മാക്സിമം ആൻഡ് മിനിമയുടെ പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിലും പറയുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ചോദ്യം, എ വയർ ഓഫ് ലെങ്ത് 28 meters is to be cut into two pieces. One of the piece is to be made into a square and the other into a circle. What should be the length of the two pieces so that the combined area of the square and the circle is minimum? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പീസ് ഓഫ് വയർ ഉണ്ട്. സപ്പോസ് അത് എ ബി ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ലെങ്ത്ത് 28 meters എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? ഇതിനെ രണ്ട് പീസാക്കുന്നു. സോ സപ്പോസ് ഇവിടെയാണ് നമ്മൾ രണ്ട് പീസാക്കുന്നത്. എ സി ഒരു പീസ്, സി ബി വേറൊരു പീസ് എന്ന് വിചാരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വൺ ഓഫ് ദ പീസ് ഈസ് ടു ബി മെയ്ഡ് ഇൻ ടു എ സ്ക്വയർ. അപ്പോൾ ഈ എ സി എന്ന പീസ് കൊണ്ട് സ്ക്വയർ ആണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. മറ്റേതുകൊണ്ട് ഒരു സർക്കിളും ഉണ്ടാക്കുന്നു. Now, what should be the length of two pieces? അപ്പോൾ നമുക്ക് എ സി എത്ര, സി ബി എത്ര എന്നാണ് കിട്ടേണ്ടത്. So that the combined area of the square and the circle is minimum. സ്ക്വയറിന്റെ ഏരിയ പ്ലസ് സർക്കിളിന്റെ ഏരിയ എന്നുള്ളത് എപ്പോഴാണ് മിനിമം ആവുക? അതിനനുസരിച്ച് എ സി എത്രയാണ്, സി ബി എത്രയാണ്, ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത്. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം എ സി എന്ന ലെങ്ത് കൊണ്ട് സ്ക്വയർ ഉണ്ടാക്കുന്നു, സി ബി എന്ന പീസ് കൊണ്ട് സർക്കിൾ ഉണ്ടാക്കുന്നു. ടോട്ടൽ 28 ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് ലെറ്റ് us take AC equal to x meters. അങ്ങനെയാണെങ്കിൽ what is the length of CB? It is 28 minus x meters. ഇനി നമുക്ക് വിചാരിക്കാം x meters ലെങ്ത് ഉള്ള ഈ പീസ് കൊണ്ട് we are making a square. അല്ലെ? അപ്പൊ ഇതുകൊണ്ട് സ്ക്വയർ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്തിന് ഈക്വൽ ആവണം? x മീറ്റേഴ്സിന് ഈക്വൽ ആവണം. If A is a side of a square, what is the perimeter? 4A. 4A should be equal to x. അപ്പോൾ അങ്ങനെയാണെങ്കിൽ what is the expression for A? That is one side of a square. A equal to എന്താ കിട്ടുക? It is x by 4 എന്ന് കിട്ടും. ഈ എയുടെ വാല്യൂ x by 4 ആണെങ്കിൽ therefore area of square അതെന്തായിരിക്കും? ഏരിയ ഓഫ് ദ സ്ക്വയറിന്റെ ഫോർമുല എ സ്ക്വയർ ആണ്, ഒരു സൈഡ് എ ആണെങ്കിൽ. സോ ഹിയർ എക്സ് ബൈ 4ന്റെ ഹോൾ സ്ക്വയർ വരും ആൻഡ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 16. ഇതാണ് സ്ക്വയറിന്റെ ഏരിയക്ക് നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്രഷൻ. ഈ ലെങ്ത്തിന്റെ ഈ എ സി എന്ന പീസിന്റെ ലെങ്ത് എക്സ് മീറ്റേഴ്സ് ആണ്. ഇനി 28 മൈനസ് എക്സ് മീറ്റേഴ്സ് ലെങ്ത് ഉള്ളതുകൊണ്ട് നമ്മളൊരു സർക്കിൾ ആണ് ഉണ്ടാക്കുന്നത്. സോ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഷുഡ് ബി ഈക്വൽ ടു 28 മൈനസ് എക്സ്. So assume that R is the radius of the circle. So what is the perimeter? We have 2 pi R, that is the perimeter of the circle. It is 28 minus x. In circle the area എഴുതണമെങ്കിൽ നമുക്ക് R ന്റെ എക്സ്പ്രഷൻ കിട്ടണം. So from here what is R? 28 minus x divided by 2 pi. ഇതാണ് radius of the circle ന്റെ നമ്മുടെ എക്സ്പ്രഷൻ. Therefore what is the expression for area of circle? ഏരിയ ഓഫ് ദ സർക്കിളിന്റെ ഫോർമുല നമുക്കറിയാം, പൈ ആർ സ്ക്വയർ ആണ്. സോ പൈ ഇൻറ്റു ആർ സ്ക്വയറിന് പകരം 28 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ സ്ക്വയർ, 2 പൈയുടെ സ്ക്വയർ ചെയ്യും. ഒരു പൈ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ 28 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ. ഇതാണ് ഏരിയ ഓഫ് ദ സർക്കിളിന്റെ എക്സ്പ്രഷൻ. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് കമ്പൈൻഡ് ഏരിയയുടെ കേസാണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് അതിനൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. കമ്പൈൻഡ് ഏരിയ നമുക്ക് അതിനൊരു ലെറ്ററും എടുക്കാം. ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് 28 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലെ? 28 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ. നമുക്ക് അറിയേണ്ടത് ഈ ക്യാപിറ്റൽ എ എപ്പോഴാണ് മിനിമം ആവാന്നാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് സച്ച് ദാറ്റ് ക്യാപിറ്റൽ എ ഈസ് മിനിമം. അപ്പൊ ഇതാണ് നമുക്ക് ഇനി കൈകാര്യം ചെയ്യേണ്ട ഫംഗ്ഷൻ. ഇനി ഇത് എപ്പോഴാണ് മിനിമം ആവാന്ന് അറിയാൻ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. എ ഡാഷ് എക്സ് എന്താ കിട്ടാൻ നോക്കാം. 1/16 കോൺസ്റ്റന്റ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 1/4 പൈ കോൺസ്റ്റന്റ് ഈ ടേമില് 28 മൈനസ് എക്സ് ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു 28 minus x into 28 minus x in the derivative, that is minus 1.
ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ശരിയാക്കാം. 2ഉം 16ഉം 8 times. So first term is x/8 minus, കാരണം ഈ മൈനസ് ഇങ്ങോട്ട് വരും. ഇനി ഈ 2ഉം ഈ 4ഉം തമ്മിൽ 2 times. So 1/2π into 28 minus x. ഇതാണ് a'(x)ന്റെ എക്സ്പ്രഷൻ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് വേണം. അപ്പോൾ നമുക്ക് അതും കൂടെ കാണാം. വാട്ട് ഈസ് ദ വാല്യൂ? x/8ന്റെ ഡെറിവേറ്റീവ് 1/8 minus 1/2π into 28 minus x-ന്റെ ഡെറിവേറ്റീവ്, that is -1. So the answer is 1/8, ഈ രണ്ട് മൈനസും ചേർന്ന് പ്ലസ് 1/2π. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ എക്സ്പ്രഷൻ. ഇനി നമുക്ക് എന്ത് വേണം? We have to find the critical points. ഇനി ഫിഗർക്ക് ഞാനങ്ങ് മാറ്റിയാണ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0, a'(x) ഈക്വൽ ടു 0 കൊടുക്കുക. ഇംപ്ലൈസ് എന്താ കിട്ടുക? x/8 മൈനസ് 1/2π into 28 minus x equal to 0 now. ഇതിനെ നമുക്ക് x/8 is equal to 1/2π into 28 minus x എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് x equal to എടുക്കണം അല്ലേ? അപ്പോൾ x വരുന്ന ടേമിനെ നമുക്ക് ഒരു സൈഡിലാക്കാം. x/8 ഉണ്ട് ഈ സൈഡിൽ. ഇവിടെ മൈനസ് x/2π വരും. അത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ പ്ലസ് x/2π ഈക്വൽ ടു എന്ത് വരും? 28 divided by 2π9. ഇനി let us take x as common factor. അപ്പോൾ x into 1/8 plus 1/2π equal to 28 divided by 2π9. നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. x into 2π plus 8 divided by 16π ആക്കി. ചെറുതെടുത്താൽ മതിയായിരുന്നു, അങ്ങനെയായാലും കുഴപ്പമില്ല. 28 divided by 2π. ഇനി നമുക്ക് അതിനെ ഒന്നുകൂടെ ചെറുതാക്കാം. എന്ത് ചെയ്യാം? x into ഇതിൽ നിന്ന് 2 എടുക്കാമല്ലോ പുറത്തേക്ക്. 2 പുറത്തെടുത്താൽ ബാക്കി എത്ര കിട്ടുക? π plus 4 divided by 16π equal to 28ഉം 2ഉം തമ്മിൽ കട്ട് ചെയ്താൽ എത്ര വരും? 14 divided by π9. ഇനി ഇവിടെയുള്ള ഈ 2xലെ ഈ 2ഉം 16ഉം തമ്മിൽ 8 times കട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓക്കെ ഇതൊക്കെ മാറ്റാം. വാട്ട് ഈസ് ദ റിസൾട്ട്? x into π plus 4 divided by 8π is equal to 14 divided by π9. This pi and this pi cancels. So what is x? X is equal to 14 into ഇതിനെ ഇങ്ങോട്ടാക്കണം 8/π plus 4 അല്ലേ? അപ്പോൾ എത്രയാണ് കിട്ടുക? 112 divided by π plus 4. ഇതാണ് നമുക്ക് കിട്ടുന്ന x-ന്റെ വാല്യൂ. a'(x) equal to 0 കൊടുത്തിട്ട് x-ന്റെ വാല്യൂ ആണ് ഈ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഈ കിട്ടിയത് മിനിമം പോയിന്റ് കിട്ടുന്ന എക്സ് വാല്യൂ ആണോ എന്ന് അറിയണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ എക്സിന്റെ വാല്യൂ സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുത്താൽ. സോ a'(x) അറ്റ് x ഈക്വൽ ടു 112/π plus 4 എത്ര കിട്ടുക? അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിന്റെ എക്സ്പ്രഷൻ 1/8 plus 1/2π ആണ്. സോ ക്ലിയർലി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ the value of x, that is 112/π plus 4 is a point of minimum value കിട്ടുന്ന സ്ഥലമാണ് എന്ത്? x equal to 112/π plus 4. ഇനി നമുക്ക് ആൻസറിലേക്ക് പോകണം. ആൻസറിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഓരോ പീസിന്റെയും സെപ്പറേറ്റ് ലെങ്ത് ആണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾ അത് നേരത്തെ മാർക്ക് ചെയ്തിരുന്നു. AB എന്നുള്ളത് 28, ഇവിടെ C ആണ്. ഇത് നമ്മൾ x അസ്യൂം ചെയ്തു, ഇത് നമ്മൾ 28 മൈനസ് x അസ്യൂം ചെയ്തു. ഇത് സർക്കിൾ, ഇത് സ്ക്വയർ ആയിരുന്നു, ഇവിടെ സർക്കിൾ ആയിരുന്നു. അപ്പൊ അതിൽ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അതായത് AC എന്ന പീസിന്റെ ലെങ്ത് കിട്ടി. ഇനി മറ്റതും കിട്ടണ്ടേ? സോ വാട്ട് ഈസ് 28 മൈനസ് x? 28 മൈനസ് x എന്ന് പറയുന്നത് ദാറ്റ് ഈസ് the length of CB. അത് എത്രയാ വരിക? 28 മൈനസ് എക്സിന്റെ വാല്യൂ 112/π plus 4 കിട്ടും. Now we can simplify this. 28π plus 112, 28 into 4.
minus 112 the whole divided by pi plus 4. So 112 cancels. The result is 28 pi divided by pi plus 4. That is the length of the second piece. Okay. Next question. Prove that the volume of the largest cone that can be inscribed in a sphere of radius r is 8 by 27 of volume of the sphere. അപ്പോൾ ഇവിടെ ഒരു സ്ഫിയർ, ആ സ്ഫിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ a cone is inscribed. Assume that this is the cone. നമുക്ക് കാണിക്കേണ്ടത് ഈ കോണിന്റെ വോളിയം ലാർജസ്റ്റ് ആവുമ്പോൾ വോളിയം ഓഫ് ദ കോൺ നമുക്ക് അതിനെ v എടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 8 by 27 ഓഫ് വോളിയം ഓഫ് സ്ഫിയർ ആണ് കണ്ടത്. വോളിയം ഓഫ് ദ സ്ഫിയറിന്റെ നമുക്ക് ഫോർമുല അറിയാം. എന്താണ്? 4 by 3 pi r cube where r is the radius. ഇവിടെ ക്യാപിറ്റൽ ആർ റേഡിയസ് ആയതുകൊണ്ട് വോളിയം ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് 4 by 3 pi ക്യാപിറ്റൽ ആർ ക്യൂബ് ആണ്. ഇതാണ് വോളിയം ഓഫ് ദ സ്ഫിയറിന്റെ ഫോർമുല. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. കോണിന്റെ വോളിയം ലാർജസ്റ്റ് ആവുന്ന സമയത്ത് ആ വോളിയം എന്ന് പറയുന്നത് സ്ഫിയറിന്റെ വോളിയത്തിന്റെ 8 by 27 ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ അതിന്റെ ഫോർമുല ഉണ്ടാക്കാം എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. റേഡിയസ് ഓഫ് ദ സ്ഫിയർ ക്യാപിറ്റൽ ആർ എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം ഇത് സെന്റർ ആണെങ്കിൽ ഈ ലെങ്ത് ക്യാപിറ്റൽ ആർ ആണ്. അതുപോലെ ഈ ലെങ്ത്തും ക്യാപിറ്റൽ ആർ ആണ്, ബിക്കോസ് ദിസ് ഇസ് എ പോയിന്റ് ഓൺ ദ സ്ഫിയർ അല്ലെ. ഇനി നമുക്ക് ഈ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അത് സ്ഫിയറിന്റെ ഹൈറ്റ്, ഇതും കൂടെ ചേർന്നാൽ ഇത്രയും ഭാഗമാണ് സ്ഫിയറിന്റെ ഹൈറ്റ് ആവുക. പക്ഷെ നമുക്ക് ഈ ലെങ്ത് അറിയില്ല. അപ്പൊ ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണ്. ലെറ്റ് O be the center. ഇത് C ആയിക്കോട്ടെ. ഈ പോയിന്റ് C എന്ന് കൊടുക്കാം. ഇതാണ് സ്ഫിയറിന്റെ കോണിന്റെ റേഡിയസ് ആയിട്ട് വരുന്നത്. സ്മോൾ ആർ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ലെങ്ത് നമുക്ക് അറിയില്ല. ഈ ലെങ്ത് അറിയാമെങ്കിൽ കോണിന്റെ ഹൈറ്റ് h നമുക്ക് കിട്ടുമായിരുന്നു. So assume that this length OC is equal to x. Let OC equal to x. അങ്ങനെയാണെങ്കിൽ what is the height? Height of the sphere എന്ന് പറയുന്നത് r plus x എന്ന് എഴുതാം. ഓക്കെ, ഇനി വോളിയം ഓഫ് ദ കോൺ നമുക്കതിനെ v എന്ന് കൊടുക്കാം. നമുക്കറിയാം അതിന്റെ ഫോർമുല എന്താണ്? 1 by 3 pi r square h ആണ്. where r is the radius and h is the height. നമുക്കതിനെ നമ്മുടെ മെഷർമെന്റ് വെച്ചിട്ട് മാറ്റണം. അതായത് എക്സും ക്യാപിറ്റൽ ആറും തന്നിട്ടുണ്ടല്ലോ. എക്സ് നമ്മൾ എടുത്തു, ക്യാപിറ്റൽ ആർ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഈ എക്സ്പ്രഷനെ ഒന്ന് മാറ്റാനാണ് ശ്രമിക്കുന്നത്. ദാറ്റ് ഈസ് v equal to 1 by 3 pi into ഇനി നോക്കുക r സ്ക്വയർ. ഇതാണ് റേഡിയസ് ഓഫ് ദ സ്ഫിയർ, റേഡിയസ് ഓഫ് ദ കോൺ r. ഈ r എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഇത് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. സോ ദിസ് r can be written as capital R square minus x square. ഈ ട്രയാങ്കിളിൽ നിന്നും ഇറ്റ് ഈസ് r square minus x square എന്ന് എഴുതാം, സ്മോൾ r സ്ക്വയറിന് പകരം. ഇനിയുള്ളത് ഹൈറ്റ്. ഹൈറ്റ് ഓഫ് ദ കോൺ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ x എടുത്തത് അല്ലെ. സോ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? r plus x എന്ന് കൊടുക്കാം, ക്യാപിറ്റൽ R plus x. ഇനി we know the factors of this term. നീ ഫാക്ടറൈസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ? 1 by 3 pi into ഇത് r minus x into r plus x ആണ്. അതിൽ r minus x ഇവിടെ എഴുതി, r plus x ഉം ഇവിടെ r plus x ഉണ്ടല്ലോ. So we can write this as r plus x whole square. അപ്പൊ ഇതാണ് നമ്മുടെ വോളിയത്തിന്റെ ഫോർമുല. അപ്പൊ ഇനി നമുക്ക് എന്ത് വേണം? എപ്പോഴാണ് ഈ ക്യാപിറ്റൽ V അതായത് വോളിയം ഓഫ് ദ കോൺ മാക്സിമം ആവുക എന്ന് അറിയാം. ഇനി നമ്മൾ പ്രൊസീജിയറിലേക്ക് പോവാ. v dash of x എന്താ കിട്ടുക? 1 by 3 pi കോൺസ്റ്റന്റ്. ഇവിടെ രണ്ട് ടേം ഉണ്ട്, അതുകൊണ്ട് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കാൻ പോകും. സോ r minus x into derivative of second term is 2 into r plus x into 1 plus second term r plus x whole square into derivative of first is minus 1, r minus x ന്റെ ഡെറിവേറ്റീവ്. ഇനി നമുക്ക് ഇതിനെ ഈക്വൽ ടു 0 ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിലത്തെ ഫാക്ടേഴ്സും കൂടെ നമുക്ക് പുറത്തെടുക്കാം. 1 by 3 pi ഓൾറെഡി പുറത്തുണ്ട്. ഈ രണ്ടിലും കോമൺ ആയിട്ട് ഒരു r plus x ഉണ്ട്. We can take it outside. ഇതിലും r plus x. ബാക്കി എന്തൊക്കെ ഉണ്ടാവുക? 2 into r minus x. അത്രയാണ് ഇവിടെ ബാക്കിയുള്ളത്. ഇനി ഇതിലെന്താ ബാക്കിയുള്ളത്? മൈനസ്
ആർ പ്ലസ് എക്സ്. ഇത്രയാണ് അതിൽ ബാക്കിയുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചേർത്ത് എഴുതാം. 1/3 പൈ ഇൻറ്റു ആർ പ്ലസ് എക്സ് ഇൻറ്റു എത്രയാണ് കിട്ടുക? 2r മൈനസ് ആർ, ദാറ്റ് ഈസ് ആർ. പിന്നെ ഉള്ളത് -2x മൈനസ് എക്സ്, ദാറ്റ് ഈസ് -3x. അപ്പൊ ഇതാണ് വി ഡാഷ് എക്സിന്റെ എക്സ്പ്രഷൻ. ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടെ വേണം നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? സോ ലെറ്റ് us write v ഡബിൾ ഡാഷ് ഓഫ് എക്സ്. അതെന്താ വരിക? 1/3 പൈ കോൺസ്റ്റന്റ്. വീണ്ടും പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുന്നു. ആർ പ്ലസ് എക്സ് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. അപ്പൊ എന്താ വരിക? ഫസ്റ്റ് ഫംഗ്ഷൻ ആർ പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഈസ് -3 പ്ലസ് ആർ -3x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഈസ് 1. And let us simplify that. 1/3 പൈ ഇൻറ്റു, അവിടെ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ -3r കിട്ടും. -3r പ്ലസ് ആർ, അപ്പൊ എത്രയായി? -2r. പിന്നെ ഉള്ളത് -3x -3x, ദാറ്റ് ഈസ് -6x ആയി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് -2 പുറത്തെടുക്കാം. സോ -2/3 പൈ ഇൻറ്റു -2 പുറത്തെടുത്താൽ ബാക്കിയുള്ളത് ഇതിൽ 6 പ്ലസ് മൈനസ് പുറത്തെടുത്തോണ്ട് പിന്നെ 2 പുറത്തു വന്നുകൊണ്ട് ബാക്കിയുള്ളത് 3x. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ സെക്കൻഡ് ഡെറിവേറ്റീവ്. Now what is the procedure? We have to take v dash x equal to 0. Implies ഇതാണ് നമ്മുടെ v dash x ന്റെ എക്സ്പ്രഷൻ. അപ്പോൾ ബാക്കിയുള്ളത് അങ്ങ് കളഞ്ഞേക്കാം. എന്നിട്ട് 1/3 പൈ ഇൻറ്റു ആർ പ്ലസ് എക്സ് ഇൻറ്റു ആർ -3x ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് ആറിന്റെ രണ്ട് വാല്യൂസ് കിട്ടും. ആർ പ്ലസ് എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ ആർ ഈക്വൽ ടു -x, or r -3x equal to 0 കൊടുത്താൽ r equal to 3x ആവും. ഇതിൽ നിന്ന് നമുക്ക് എന്താ വേണ്ടത്? x ആണ്. സോ വാട്ട് ഈസ് x? r/3 എന്ന് കിട്ടും. ഇതിൽ r equal to -x പോസിബിൾ അല്ല, ബിക്കോസ് റേഡിയസ് അത് നെഗറ്റീവ് ആയിട്ട് പറയില്ലല്ലോ. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് നമുക്ക് ഇനി ഏതെടുത്താൽ മതി? therefore x equal to r/3 എന്ന് കിട്ടും. ഇനി ഈ എക്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് ആണോ എന്ന് അറിയണം. അതിനെന്ത് വേണം? ഈ എക്സിന്റെ വാല്യൂ സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുക്കുക. സോ വി ഡബിൾ ഡാഷ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു r/3. എന്താ കിട്ടുക? എക്സിന് r/3 കൊടുത്താൽ ഈ ടേം പോസിറ്റീവ് ആണ്, പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വാല്യൂ മൊത്തത്തില് എപ്പോഴും ലെസ് ദാൻ 0 ആയിരിക്കും. നമുക്ക് വാല്യൂ വേണ്ട, അത് നെഗറ്റീവോ പോസിറ്റീവോ എന്ന് പറഞ്ഞാൽ മതി. സോ ക്ലിയർലി ദാറ്റ് വാല്യൂ ഈസ് ലെസ് ദാൻ 0. സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ x ഈക്വൽ ടു r/3 ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമം. വോളിയം മാക്സിമം ആവുന്ന സ്ഥലമാണ് എന്ത്? x ഈക്വൽ ടു r/3 എന്ന പോയിന്റ്. അപ്പോ മാക്സിമം പോയിന്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കാണിക്കാൻ പറഞ്ഞത് നോക്കാം. വോളിയം മാക്സിമം ആവുന്നത്, വോളിയം ഓഫ് ദ കോൺ മാക്സിമം ആവുന്നത് x r/3 ആവുമ്പോഴാണെന്ന് കിട്ടി, അല്ലെ? ഇനി എന്ത് വേണം? മാക്സിമം വോളിയം എന്ന് പറയുന്നത് 8/27 ഓഫ് വോളിയം ഓഫ് ദ സ്ഫിയർ ആണെന്ന് കാണിക്കണം, അല്ലെ? അപ്പൊ x ഈക്വൽ ടു r/3 ആവുമ്പോൾ നമുക്ക് v യുടെ എക്സ്പ്രഷൻ എന്താ വരുന്നത് നോക്കാം. നമ്മൾ നേരത്തെ എഴുതിയത് മായ്ച്ചു പോയി, ഞാൻ എക്സ്പ്രഷൻ ഒന്നുകൂടെ എഴുതാം. 1/3 പൈ ഇൻറ്റു r - x ഇൻറ്റു r പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് നേരത്തെ v യുടെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതില് ഈ കിട്ടിയ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എന്തിനു വേണ്ടിയിട്ട്? മാക്സിമം വാല്യൂ ഓഫ് v എത്രയാണ് അറിയാം. സോ 1/3 പൈ ഇൻറ്റു ഇവിടെ r മൈനസ് r/3 ഇൻറ്റു r പ്ലസ് r/3 ഹോൾ സ്ക്വയർ. Now let us simplify this. 1/3 പൈ ഇൻറ്റു ഇത് എത്ര കിട്ടുക? 3r മൈനസ് r, that is 2r/3 ഇൻറ്റു ഇനി ഇവിടെ 3r പ്ലസ് r 4r/3 യുടെ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യാം. 1/3 പൈ ഇൻറ്റു 2r/3 ഇൻറ്റു ഇത് എത്ര കിട്ടുക? 4ന്റെ സ്ക്വയർ 16, r സ്ക്വയർ ബൈ 9. ഇനി ഇതിനെ നമുക്ക് ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. 8/27 ഓഫ് വോളിയം ഓഫ് ദ സ്ഫിയർ ആണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലെ? സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക? ഇതിൽ നിന്ന് നമുക്ക് ആദ്യം 8/27 അങ്ങ് എടുക്കാം പുറത്തേക്ക്. ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പോരെ.
8/27 ഓഫ് വോളിയം ഓഫ് ദ സ്ഫിയർ ആണ് കിട്ടുന്നത്. സോ 8 എടുത്തു. 8 ഇവിടുന്ന് എടുത്താൽ ഇവിടെ എത്രയുണ്ട്? 2 ഉണ്ട്. ബാക്കി ന്യൂമറേറ്ററിൽ 2 × 2 4 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് 8 പുറത്തെടുത്താൽ ബാക്കിയുള്ളത് 2 × ഇവിടെ വരുന്ന 2, 8 കഴിഞ്ഞ് ബാക്കി വരുന്ന 2. സോ അല്ലെങ്കിൽ നമുക്കതിനെ ഒന്നും കൂടെ ചേർത്തിട്ട് എഴുതാം. എത്ര വരും ഇത്? 16 × 2 ദാറ്റ് ഈസ് 32 r³ × pi ഡിവൈഡഡ് ബൈ 9 × 9. ഇത്രയാണ് നമ്മുടെ വാല്യൂ വരുന്നത്. ഇതിൽ 32നെ നമുക്ക് 8 × 4 ആക്കാം. ഡിവൈഡഡ് ബൈ 9 × 9 r³ pi. ഇനി നമുക്ക് അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 8/27 ഇങ്ങെടുത്തു. 27 എടുത്താൽ ഇവിടെ ഒരു 3 ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ ബാക്കിയുള്ളത് എത്രയാ? 4/3 സംഖ്യകള് pi r³. And what is this? This is the expression for volume of the sphere. So the V is equal to 8/27 into volume of the sphere. ഇതാണ് നമ്മളോട് ഈ പ്രോബ്ലത്തിൽ കാണിക്കാൻ പറ്റുന്നത്. കോണിന്റെ വോളിയം മാക്സിമം ആയാൽ ആ കോണിന്റെ മാക്സിമം വോളിയം എന്ന് പറയുന്നത് 8/27 ഓഫ് വോളിയം ഓഫ് ദ സ്ഫിയർ ആണ്. ഓക്കെ.